സ്മോൾ ആൻഡ് മീഡിയം സൈസ്ഡ് എന്റർപ്രൈസസ്. എന്താണ് ആക്ച്വലി SME കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ദിസ് ജനറലി ആക്സെപ്റ്റഡ് ദാറ്റ് an SME സംതിങ് ലാർജർ ദാൻ ദോസ് ബിസിനസ്സസ് ദാറ്റ് ആർ ഫണ്ടമെന്റലി എ വെഹിക്കിൾ ഫോർ ദി സെൽഫ് എംപ്ലോയ്മെന്റ് ഓഫ് ദെയർ ഓൺ. അതായത് സാധാരണ ഒരു ഒരു വണ്ടിയിൽ ചെറിയ രീതിയിൽ ഒരു ബിസിനസ് ചെയ്യുന്ന സെൽഫ് എംപ്ലോയ്മെന്റ് ഒക്കെ ചെയ്യുന്ന ഒരു എന്താണ് ഓൺ ബിസിനസ് ഉണ്ടാവുമല്ലോ, അവരായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ലാർജർ ആയിട്ടുള്ള ബിസിനസ് ആണ് SME. ഈക്വലി an SME is unlikely to be listed on any stock exchange and is likely to be owned by a relatively small number of shareholders. അതായത് എന്തുമല്ല, ഇവര് ലിസ്റ്റഡും അല്ല, പക്ഷെ വളരെ ചെറുതുമല്ല. ഇനി എന്തുകൊണ്ടാണ് SME ഇത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പരിഗണിക്കുന്നത്? SME കവേഴ്സ് എ വെരി വൈഡ് റേഞ്ച് ഓഫ് ബിസിനസ്. ഒരുപാട് തരത്തിലുള്ള ബിസിനസ്, ഈവൻ ഭയങ്കര ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ബിസിനസ് ഒക്കെ ചിലപ്പോൾ SME എന്നായിരിക്കും വരുന്നുണ്ടാവും. പുതിയ പുതിയ എന്താ പറയാ ട്രെൻഡ്സ്, അതൊക്കെ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന നടക്കാൻ ചിലപ്പോൾ SMEs ആയിരിക്കും. അപ്പൊ SMEക്ക് കുറെ എന്ത് ചെയ്യാ പൊട്ടൻഷ്യൽ ഉണ്ടാവും, പക്ഷെ അവർക്ക് എന്ത് മാത്രമേ ഇല്ലാണ്ടുള്ളൂ, അവർ ലിസ്റ്റഡ് അല്ലാന്നേ ഉള്ളൂ. ലിസ്റ്റഡ് ആവാനുള്ള റെഗുലേഷൻ ചിലപ്പോൾ മീറ്റ് ചെയ്തിട്ടുണ്ടാവില്ല എന്നേ ഉള്ളൂ. അവർക്ക് എന്ത് ചെയ്യാം, ക്യാപിറ്റലിന്റെ കുറച്ച് കുറവുകൾ ഉണ്ടാവും വലിയൊരു ലാർജ് ഓർഗനൈസേഷൻ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. ദെൻ എന്തുകൊണ്ട് ഇമ്പോർട്ടന്റ് ചോദിച്ചാൽ UK SME എന്ന് പറയുന്നത് ഹാഫ് ഓഫ് ദി എംപ്ലോയ്മെന്റ് ആൻഡ് ഹാഫ് ഓഫ് ദി നാഷണൽ ഇൻകം ഈ SME വരുന്നത്. UK നോക്കുകയാണെങ്കിൽ അതില് എന്താണ് ടോട്ടൽ ഇൻകം, നാഷണൽ ഇൻകത്തിന്റെ ഹാഫ് ഓഫ് ദി ഇൻകം വരുന്നത് SME എന്നാണ്. അപ്പൊ അത്രയും എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സംഭവമാണ് എന്ത് SME എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ലാർജ് ഓർഗനൈസേഷൻ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്ത് ശരിയാവില്ല. നമ്മൾ നാഷണൽ ഇൻകം അല്ലേ അത്, വിച്ച് മീൻസ് GDPക്ക് അത്രയും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് SME. അതുകൊണ്ട് തന്നെ ഏതൊരു കൺട്രിയും SMEക്ക് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് അതിനെ വളർത്തണം. ഇവിടെ കൊടുത്ത ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഇന്നത്തെ SME എന്ന് പറയുന്നത് എന്തായിരിക്കുക, നാളെ ഒരു ബിഗ്ഗർ കമ്പനീസ് ആയിട്ട് മാറും, ലിസ്റ്റഡ് ആയിട്ട് മാറുമല്ലോ കുറച്ച് കാലം കഴിഞ്ഞാൽ. നെക്സ്റ്റ്, എങ്ങനെയാണ് നമ്മൾ ഫണ്ട് കണ്ടെത്തുക എന്നുള്ളതാണ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, സാധാരണ ഒരു ലാർജ് ഓർഗനൈസേഷൻ ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് SMEക്ക് ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടി ഡിഫിക്കൽറ്റി ഉണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് ഇത്രയും ഡിഫിക്കൽറ്റി വരുന്നത് എന്നുള്ളതാണ് ഇനി പറയാൻ വേണ്ടി. അപ്പൊ എന്തുകൊണ്ടാണ് ഡിഫിക്കൽറ്റി വരുന്നത്? ഒന്നാമത്തത്, SME often have a limited track record in raising the investment and providing suitable return to their investors. ട്രാക്ക് റെക്കോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പാസ്റ്റ് എന്ത് ചെയ്യാ, പാസ്റ്റ് പെർഫോമൻസിന്റെ ഡീറ്റെയിൽസോ അല്ലെങ്കിൽ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ട് ഉള്ള എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടാവില്ല. വളരെ ന്യൂ കമേഴ്സ് ആണ്, വളരെ എന്ത് ചെയ്യാ സ്റ്റാർട്ടപ്പ് കമ്പനീസ് ഒക്കെയാണ്. അപ്പൊ ഇവർക്ക് കുറെ ട്രാക്ക് റെക്കോർഡ് ഇല്ല, പാസ്റ്റ് ഡാറ്റാസ് ഒന്നും ഇല്ല. ഒരുപാട് എന്ത് ചെയ്തിട്ട് ഇൻവെസ്റ്റ്മെന്റ് നടത്തിയതോ അല്ലെങ്കിൽ ഒരുപാട് റിട്ടേൺസ് കൊടുത്തിട്ടോ ഉള്ള കുറെ ഇൻഫർമേഷൻസ് ആർക്ക് അവൈലബിൾ അല്ല, ഇൻവെസ്റ്റേഴ്സിന് അവൈലബിൾ അല്ല. ഓക്കെ അല്ലേ? അപ്പൊ ട്രാക്ക് റെക്കോർഡ് മോശമാണ്, അല്ലെങ്കിൽ ട്രാക്ക് റെക്കോർഡ് വളരെ ലിമിറ്റഡ് ആണ്, വളരെ കുറച്ച് വർഷത്തെ മാത്രമേ എക്സ്പീരിയൻസോ പാരമ്പര്യമോ ഉള്ളൂ. ഓക്കെ, അതാണ് ഒന്നാമത്തെ റീസൺ. ഒരാൾ ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് റിസ്ക് കുറഞ്ഞ ഒരു എന്താണ് കമ്പനിയിലല്ലേ നമ്മൾ പോയിട്ട് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാം. രണ്ടാമത്തത്, വെരി ലിമിറ്റഡ് ആയിട്ടുള്ള ഇന്റേണൽ കൺട്രോൾസേ ഉണ്ടാവും. ഇന്റേണൽ കൺട്രോൾ സാധാരണ ഒരു ലാർജ് ഓർഗനൈസേഷന്റെ അത്രയും ഇന്റേണൽ കൺട്രോൾ ഉണ്ടാവില്ല. ഇന്റേണൽ കൺട്രോൾ കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താ സംഭവിക്കുക, ഭയങ്കരമായിട്ട് എന്ത് ചെയ്യുക, മാനിപ്പുലേഷൻസിനും എല്ലാത്തിനും റീസൺ ആയിട്ട് അത് വരൂലേ. അപ്പൊ നമ്മൾ കൊടുക്കുന്ന ഫണ്ട് അത്ര പ്രൊട്ടക്റ്റഡ് ആവാനുള്ള സാധ്യത കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. അതേപോലെ തന്നെ എക്സ്റ്റേണൽ കൺട്രോൾ, അതായത് എക്സ്റ്റേണൽ ഓഡിറ്റ്. UK ആണെങ്കിൽ അധികം SMEs എന്ത് ചെയ്യില്ല, ഈവൻ നിർബന്ധമില്ല എക്സ്റ്റേണൽ ഓഡിറ്റ് ചെയ്യണം എന്നുള്ള കാര്യം നിർബന്ധം പോലും ഇല്ല. അപ്പോ എക്സ്റ്റേണൽ ഓഡിറ്റ് ഇല്ലെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഫണ്ട് കൊടുക്കാൻ വേണ്ടിക്ക് ഭയങ്കര പേടി ഉണ്ടാവില്ല ഇൻവെസ്റ്റേഴ്സിന് ഫണ്ട് കൊടുക്കാൻ വേണ്ടിക്ക്. അപ്പൊ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് മാത്രമല്ലേ ഫണ്ട് പ്രൊവൈഡ് ചെയ്യുള്ളൂ. അതുപോലെ തന്നെ ഓണർ മാനേജർ കമ്പനി ആയിരിക്കും, അതായത് ആര് തന്നെ ആയിരിക്കും ഡിസിഷൻ എടുക്കുന്നുണ്ടാവുക. പാർട്ട്ണർഷിപ്പിലൊക്കെ നമുക്ക് അറിയുന്ന കാര്യമല്ലേ, പാർട്ട്ണർഷിപ്പ് ഒക്കെ വെച്ച് ചിന്തിച്ചാൽ മതി. പാർട്ട്ണർഷിപ്പിൽ ഫണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതും ഡിസിഷൻ എടുക്കുന്നതും പാർട്ട്നേഴ്സ് തന്നെയല്ലേ. അപ്പൊ ആര് ചോദിക്കാൻ എന്നുള്ള രീതിയിലല്ലേ വരാം. അപ്പൊ നമ്മൾ പൈസ കൊടുക്കാൻ വേണ്ടി ചെറിയൊരു മടി ഉണ്ടാവും അവിടെയും ഇൻവെസ്റ്റേഴ്സിന്. ഓക്കെ, നെക്സ്റ്റ്, SME വളരെ കുറച്ച് മാത്രമേ എന്തുണ്ടാവുള്ളൂ, ഫിക്സഡ് അസറ്റ് ഉണ്ടാവും. കാരണം സ്റ്റാർട്ടപ്പ് കമ്പനീസിനെ ചിന്തിക്കുക, അല്ലെങ്കിൽ ഒരു വളരെ നമ്മൾ നാട്ടിൻ പുറത്തൊക്കെ കാണുന്ന ഒരു പാർട്ട്ണർഷിപ്പ് ചിന്തിച്ചു നോക്കുക, ടാഞ്ചിബിൾ അസറ്റ്സ് വളരെ കുറവായിരിക്കും. അപ്പൊ സെക്യൂരിറ്റി ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ടാഞ്ചിബിൾ അസറ്റ് ഇല്ലെങ്കിലും കൊളാറ്ററലൈസ് ചെയ്തിട്ട് അസറ്റ് വേണ്ടടാ. ഇൻ കേസ് നമുക്ക് എന്ത് ചെയ്യാം, കമ്പനി അടച്ചുപൂട്ടേണ്ട അവസ്ഥ വന്നു കഴിഞ്ഞാൽ നമുക്ക് റീപേയ്മെന്റ് നടത്തണമെങ്കിൽ അസറ്റ് ഒക്കെ വെക്കണ്ടേ. അപ്പൊ എങ്കിൽ പോലും ടാഞ്ചിബിൾ അസറ്റ്സ് വളരെ ലിമിറ്റഡ് ആയിട്ട് മാത്രമേ ഉണ്ടാവും. ഓക്കെ, ഇങ്ങനത്തെ കാരണങ്ങൾ കൊണ്ട് ഇൻവെസ്റ്റേഴ്സിന് എന്ത് ചെയ്യാം, ഇൻവെസ്റ്റേഴ്സ് ആർ നെർവസ് ഓഫ് ഇൻവെസ്റ്റിംഗ് ഇൻ SME. അതുകൊണ്ട് ഫണ്ടിന്റെ കാര്യത്തിൽ എന്തില്ല, പ്രൊട്ടക്ഷൻ ഇല്ലാത്തതുകൊണ്ട് കുറച്ചും കൂടെ പേടി ഉണ്ടാവും ഫണ്ട് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി. അതാണ് ഇത്രയും ഡിഫിക്കൽറ്റി വരുന്നത് SMEക്ക്. സാധാരണ ഒരു ലാർജ് ഓർഗനൈസേഷന് കിട്ടുന്ന കാര്യങ്ങളൊന്നും ആർക്കും ഉണ്ടാവില്ല, SMEക്ക് ഉണ്ടാവില്ല. ഓക്കെ അല്ലേ? ട്രാക്ക് റെക്കോർഡ് അത്ര ഉണ്ടാവില്ല, അത്ര എക്സ്പീരിയൻസ് ഇല്ല, വലിയ പാരമ്പര്യം ഇല്ല. അതേപോലെ
ഇന്റേണൽ കൺട്രോൾ വളരെ ലിമിറ്റഡ് ആയിരിക്കും. എക്സ്റ്റേണൽ ഓഡിറ്റ് ഉണ്ടാവില്ല, നിർബന്ധമില്ല. അതുപോലെ തന്നെ ഓണർ മാനേജ് കമ്പനിയാണ്. അപ്പോൾ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നവരും ഡിസിഷൻ എടുക്കുന്നതൊക്കെ സെയിം ആൾക്കാരാണ്. ദെൻ അതേപോലെ തന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ SMEക്ക് ടാഞ്ചിബിൾ അസറ്റ് കുറവായിരിക്കും. കാരണം വളരെ ചെറിയ കമ്പനി അല്ലടാ, ലാർജ് ഓർഗനൈസേഷൻ അല്ലല്ലോ, വളരെ ചെറിയ കമ്പനി അല്ലേ. അപ്പൊ വളരെ ചെറിയ കമ്പനി ആകുമ്പോൾ അവർക്ക് ഫിക്സഡ് അസറ്റ് വളരെ കുറച്ചല്ലേ ഉണ്ടാവുള്ളൂ, ലിമിറ്റഡ് ഫിക്സഡ് അസറ്റ് ഉണ്ടാവുള്ളൂ. ഫൈനലി നമുക്ക് എന്ത് ചെയ്യാം, ഒരു കമ്പനി അടച്ചു പൂട്ടേണ്ട അവസ്ഥ വന്നാൽ പോലും ഈ ഫിക്സഡ് അസറ്റ് ഒക്കെ വിറ്റിട്ട് വേണ്ടടാ നമ്മൾ തിരിച്ച് റീപേയ്മെന്റ് തരാൻ വേണ്ടിക്ക്. അപ്പൊ അത് വളരെ ലിമിറ്റഡ് ആയിട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. ലോൺ എടുക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടോ? ലോൺ അധികം കിട്ടൂല പുറമേന്ന്. ലോണിന് വേണ്ടി സെക്യൂരിറ്റി ആയിട്ട് വെക്കാൻ വേണ്ടി ഒന്നും ഉണ്ടാവില്ല. യെസ്,